നമസ്കാരം. മുൻ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുകൊണ്ട് തന്റെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. ജൻ സുരാജ് കൂട്ടായ്മയെ രാഷ്ട്രീയ പാർട്ടിയായി മാറ്റിയതോടെ ജൻ സുരാജ് പാർട്ടി എന്നറിയപ്പെടും. ബീഹാറിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും പാർട്ടി മത്സരിക്കും. മദ്യനിരോധനം എടുത്തുകളയുമെന്നതാണ് സുപ്രധാന പ്രഖ്യാപനം. കഴിഞ്ഞ 2 വർഷം ഗ്രൂപ്പിനൊപ്പം പ്രവർത്തിച്ചവരാകും ആരാണ് പാർട്ടിയെ നയിക്കേണ്ടതെന്ന് തീരുമാനിക്കുക. പ്രശാന്ത് കിഷോർ നേരത്തെ നയം വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി പ്രശാന്ത് കിഷോർ ബീഹാറിലുടനീളം സഞ്ചരിച്ച് യഥാർത്ഥ തിരഞ്ഞെടുപ്പ് അജണ്ട എന്താവണമെന്നതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി വരികയായിരുന്നു. ജാതി വോട്ട് ആനുകൂല്യങ്ങൾക്കപ്പുറം ഭാവിയിലേക്കുള്ള ദർശനമായിരിക്കണം തിരഞ്ഞെടുപ്പ് അജണ്ട തീരുമാനിക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ജനങ്ങൾക്ക് പുതിയൊരു ബദലാണ് ജൻ സുരാജ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് പ്രശാന്ത് കിഷോർ ഈ വർഷം ആദ്യം പറഞ്ഞിരുന്നു. ബീഹാറിൽ കഴിഞ്ഞ 25-30 വർഷമായി ജനങ്ങൾ RJDക്കോ BJPക്കോ ആണ് വോട്ട് ചെയ്യുക. ഈ ഒരു സാഹചര്യം മാറണം. ഇതിനൊരു ബദൽ ഏതെങ്കിലും കുടുംബാധിപത്യ പാർട്ടി ആകരുത്. പുതിയ പാർട്ടി രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടായ്മയാകണമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നു. നിതീഷ് കുമാറിന്റെ JDUവിനൊപ്പവും ഹ്രസ്വകാലം കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിനായും ചെലവഴിച്ച ശേഷമാണ് പ്രശാന്ത് കിഷോർ ജൻ സുരാജ് പാർട്ടി രൂപീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. ബീഹാറികളുടെ ജീവിത നിലവാരം ഉയർത്താനായി ഓരോ ഗ്രാമവും സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തുമെന്നും ദിശാബോധമില്ലാത്ത നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വോട്ട് ചെയ്യാതിരിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.